നമസ്കാരം. രാവിലെ ഈ ഫേസ്ബുക്കിലെ കുറിപ്പുകൾ നോക്കുന്നതിനിടയിലാണ് വളരെ രസകരമായ ഒരു കുറിപ്പ് കണ്ണിൽപ്പെട്ടത്. അത് രസകരമായതിന് കാരണം അതിലെ ഒരു സെൻറ്റൻസ് ഉണ്ട്. ആ സെൻറ്റൻസ് ആണ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത്. അതായത് ഗോവിന്ദച്ചാമി പോക്കറ്റടിക്കാരനോട് വേദമോതുന്നത് പോലെ എന്നാണ് അതിൻ്റെ ഒരു വരി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആ വരിയുടെ കാരണങ്ങളാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത് അല്ലെങ്കിൽ രസിപ്പിക്കുന്നത്. നമുക്കറിയാം ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞാൽ സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഒരാളാണ് എന്ന് നമുക്കറിയാം. ഒരു ക്രൂരനായ കുറ്റവാളി, ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും പിടിച്ച് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ഒരു കുറ്റവാളി. അപ്പം ആ ഒരു കുറ്റവാളി ചെന്നിട്ട് കേവലം ഒരു പോക്കറ്റടിക്കാരനായ ഒരാളെ നീ ഒന്നും ചെയ്യരുത്, നീ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, മോശമാണ് എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്ന പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ആ പറഞ്ഞു വരുന്നതിന് കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം കേരളത്തിലെ മന്ത്രിമാരുടെ തമ്മിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ഈ തർക്കം ഒരേ പാർട്ടിയിൽപ്പെട്ട 2 പേർ തമ്മിലാണ്. മന്ത്രിമാർ തമ്മിലല്ല, ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ആ പാർട്ടിയുടെ മന്ത്രിയും തമ്മിലാണ് ഇപ്പോൾ പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമതേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആ മുഖ്യമന്ത്രി കസേര കിട്ടി ഏറെ കഴിയുന്നതിന് മുൻപ് തന്നെ തലവേദനയോട് തലവേദന എന്ന് ചുരുക്കി പറയാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. വിവാദങ്ങൾ ഒഴിഞ്ഞ ഒരു ദിവസം പോലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനിടയിലാണ് ഈ മുന്നണിക്കുള്ളിലുള്ള ഒരു ഘടക കക്ഷിയിലെ 2 നേതാക്കന്മാർ തമ്മിൽ, ഒരാൾ മന്ത്രിയും ഒരാൾ സംസ്ഥാന അധ്യക്ഷനും തമ്മിൽ അടി തുടങ്ങിയത്. അവർ പോകുന്നു, ശരത് പവാറിനെ കാണുന്നു, എന്നെ മന്ത്രിയാക്കണമെന്ന് തോമസ് കെ ശശീന്ദ്രനെ പിടിച്ച് പുറത്താക്കൂ, എനിക്ക് മന്ത്രിയാകണം എന്നും പറഞ്ഞിട്ട് തോമസ് ശരത് പവാറിനെ വരെ പോയി കണ്ടിരുന്നു. ഒടുവിൽ ശരത് പവാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിന്നെ പിടിച്ച് മന്ത്രിയാക്കാം, നീ മന്ത്രി ആയിക്കോ അല്ലേ, പക്ഷേ മുഖ്യമന്ത്രി സമ്മതിക്കണം. അപ്പം മുഖ്യമന്ത്രിക്ക് ഈ വിവരം പറയാൻ വേണ്ടി നമ്മുടെ PC ചാക്കോ, നമുക്കറിയാം വളരെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെയും കാലുവാരിത്വവും ഇല്ലാത്ത ഒരാളാണ് PC ചാക്കോ. തോമസ് എന്ന് പറയുന്നത് തോമസ് ചാണ്ടിയുടെ സഹോദരനാണ് എന്നറിയാം. അദ്ദേഹത്തിന് മന്ത്രി കസേരയിൽ ഒരു നോട്ടമുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടിട്ട് പറഞ്ഞു, അതെ ശരത് പവാറായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ഈ തോമസിനെ മന്ത്രിയാക്കണം, ശശീന്ദ്രനെ തൽക്കാലത്തേക്ക് പടിക്ക് പുറത്ത് നിർത്തണം, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്നൊരു കാര്യം തീരുമാനിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്, അതെ ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്, അതായത് ഈ തോമസിൻ്റെ പേരിൽ. അവരുടെ ബന്ധുക്കൾ തന്നെ പറഞ്ഞു, ഒരു കാരണവശാലും ഇങ്ങനെ ആക്കാൻ പാടില്ല, കാര്യം കുടുംബസ്വത്തും അതോടൊപ്പം ഈ തോമസ് കെ ചാണ്ടിയുടെ കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന സ്വത്തും ഇങ്ങനെ കൈവശം വെച്ചിരിക്കുകയാണ്. ഒരുപാട് അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കാര്യം എങ്ങനെയെങ്കിലും നിങ്ങൾ ശരത് പവാറിനെ അറിയിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി ഈ പറയുന്ന PC ചാക്കോയോട് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്നുള്ളത്. അതേസമയം നമുക്കറിയാവുന്ന നിയമപരമായി നിൽക്കുന്നൊരു വ്യവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഘടകകക്ഷിയുടെ ഒരു സംസ്ഥാന അധ്യക്ഷനായ ഒരാൾ ആവശ്യപ്പെട്ടാൽ ആ കക്ഷിയിലുള്ള അംഗത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാൻ പകരം മറ്റൊരാളെ അവിടെ മന്ത്രിയായി നിയോഗിക്കാനും കഴിയുമെന്നൊരു നിയമവ്യവസ്ഥ ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇയാൾക്കെതിരെ അഴിമതി ആരോപണമുണ്ട് എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി തോമസിനെ തൽക്കാലം മന്ത്രിസഭയുടെ 7 അയല തടിപ്പിക്കാതെ അകറ്റി നിർത്തിയിരിക്കുന്നത്. ശരത് പവാറോട് പറഞ്ഞോ ഇല്ലയോ എന്നൊന്നും കാര്യങ്ങൾ ശരത് പവാറിനോട് പറഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയില്ല. അപ്പോൾ ആ സമയത്താണ് ഈ PC ചാക്കോ എന്ന് പറയുന്ന ഒരാൾ ചെറിയ പണി ഒപ്പിച്ച് കളഞ്ഞു. അതായത് ഈ PC ചാക്കോ നേരെ പോയിട്ട് PV അൻവറുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയൊക്കെ നടത്തി അവർ തമ്മിൽ കുറച്ചു നേരമൊക്കെ സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തു. തീർച്ചയായിട്ടും ഈ PV അൻവറിൻ്റെ ഇപ്പോഴത്തെ ഒരു നില അറിയാമല്ലോ. തീർച്ചയായും സ്വാഭാവികമായും ഇത് ചില സംശയങ്ങൾക്കിടവരുത്തും. കാര്യം ഈ PC ചാക്കോ തിരിച്ചു നേരെ കോൺഗ്രസിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള ഒരു കരക്കമ്പിയൊക്കെ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്നെങ്കിൽ നിങ്ങളുടെ 2 MLA-മാരെയും കൂടെ കൊണ്ടുപോയും എന്നുള്ള ഒരു പറച്ചിൽ എവിടെയൊക്കെയോ PC ചാക്കോ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആണ് ഈ പറയുന്ന PV അൻവറുമായുള്ള കൂടിക്കാഴ്ച സംഭവിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട സമയത്ത് നിങ്ങൾ എന്താ സംസാരിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ, അതുപോലെ ഈ PV അൻവർ പുതിയ പാർട്ടി നാളെ രൂപീകരിക്കാൻ പോവുകയാണല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ പറഞ്ഞു, അത് ആർക്ക് വേണേലും പാർട്ടി ഉണ്ടാക്കാം, ആർക്ക് വേണേലും ഏത് രാഷ്ട്രീയ പാർട്ടി വേണേലും ഉണ്ടാക്കാം, അതൊരു നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു സൗകര്യം ആണ്, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ് എന്നുള്ള കാര്യം കൂടി PC ചാക്കോ പറഞ്ഞതോടുകൂടി മുഖ്യമന്ത്രിക്ക് PC ചാക്കോ അത്രയ്ക്ക് ഒരു മതിപ്പുള്ള ഒരു നേതാവല്ലാതായി മാറി. കാര്യം ഇത് എവിടെയോ ചില ഒറ്റുകൾ നടക്കുന്നുണ്ട്. ഇതിനേക്കാൾ അപ്പുറം ഈ PC ചാക്കോയെല്ലാം നിൽക്കുന്ന NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആള്
PV അജ്മൽ എന്ന് പറയുന്ന ഒരാളാണ്. അതായത് PV അൻവറിൻ്റെ സഹോദരൻ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി തോമസ് കെ തോമസിൻ്റെ ആവശ്യം ഈ ജന്മത്ത് അംഗീകരിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. കാര്യം PV അൻവറിൻ്റെ സഹോദരൻ നയിക്കുന്ന ഒരു പാർട്ടി, അതോടൊപ്പം PV അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചോട്ടെ എന്ന് പറഞ്ഞ PC ചാക്കോ നിൽക്കുന്നു. അതോടൊപ്പം PC ചാക്കോ പോയിട്ട് നേരെ PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പിന്നെ അതോടെ അഴിമതി ആരോപണം നിലനിൽക്കുന്ന ഒരു കക്ഷിയാണ് ഈ തോമസ് കെ തോമസ്. ബന്ധുക്കൾ പോലും ഇതിൻ്റെ 7 അയലത്ത് അടുപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ പിടിച്ച് എങ്ങനെ മന്ത്രിയാക്കാൻ കഴിയും? അതാണ് മുഖ്യമന്ത്രി ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ശരത് പവാറിന് ഈ കാര്യം പറയണം. അദ്ദേഹത്തിനൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. കാര്യം ഇദ്ദേഹം പിന്നെ അഴിമതിക്കാരനാണ്. ഒരു അഴിമതിക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് മന്ത്രിസഭയ്ക്കകത്ത് കയറ്റുന്നത്? മന്ത്രിസഭയ്ക്കകത്ത് വന്നതിന് ശേഷം അഴിമതി കാണിച്ച കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും താങ്ങിയും തലോടിയൊക്കെ കൊണ്ടുപോകാം. കാര്യം നമുക്കറിയാം, ഈ പറയുന്ന KK ശശീന്ദ്രനെ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് പടിക്ക് പുറത്താക്കിയതാണ്. അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. ഹണി ട്രാപ്പ് എന്തോ ആയിക്കോട്ടെ, ഒരു പെൺകുട്ടിയോട് സംസാരിക്കേണ്ട മാന്യതയിലായിരുന്നോ ഈ പറയുന്ന AK ശശീന്ദ്രൻ സംസാരിച്ചത്? അദ്ദേഹം അന്ന് പൂച്ചക്കുട്ടിയെ പിടിക്കാൻ പോയി. അപ്പം ഇങ്ങനെ അപ്പം മന്ത്രിസഭയിൽ ഉണ്ടായതുകൊണ്ട് അഴിമതിയാണ്. എന്നിട്ടോ അദ്ദേഹത്തിനെ തൽക്കാലത്തേക്ക് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. ഇതിൽ അപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, ഒരു പത്രം നടത്തിയ അല്ലെങ്കിൽ ഒരു ചാനൽ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നടത്തിയ ഒരു കൃത്രിമമായി ഉണ്ടാക്കിയൊരു നാടകമായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അങ്ങനെ ആ നാടകം പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല, അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചിട്ടല്ലേ ഇങ്ങനെ പറഞ്ഞത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചാലും ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാൾ തൻ്റെ നിലവാരവും മറക്കാൻ പാടില്ലല്ലോ എന്നാണല്ലോ അതിൻ്റെ ഒരു ചട്ടം. എന്നിട്ട് പോലും പോട്ടെ, എന്നിട്ട് പോലും തിരിച്ച് മന്ത്രിസഭയിലേക്ക് ഉൾക്കൊള്ളിക്കുകയും ചെയ്ത ഒരാൾ തന്നെയാണ് AK ശശീന്ദ്രൻ. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ഭരിക്കുന്ന വനം വകുപ്പിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒരു മികച്ച ഒരു മന്ത്രി എന്നുള്ള നിലയിലൊന്നും AK ശശീന്ദ്രനെ ഒരു കാലത്തും ചരിത്രത്തിൽ എങ്ങും അടയാളപ്പെടുത്താൻ പോകുന്നുമില്ല. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞല്ലോ, അഴിമതിക്കാരനെ ഒരാളെ മന്ത്രിയാക്കാൻ കഴിയില്ല എന്ന് തീർത്ത് പറഞ്ഞ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഗോവിന്ദച്ചാമി എന്ന് ഒരു പോക്കറ്റടിക്കാരനോട് വേദമോതുന്ന പോലെ എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് എന്നെ ചിരിപ്പിച്ചതിന് കാരണം അത് തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ പേരിൽ ഇപ്പോൾ ഇല്ലാത്ത അഴിമതി ആരോപണങ്ങളൊന്നുമില്ല. അതായത് കോവിഡ് കാലത്ത് സ്വർണം കടത്തിയെന്നുൾപ്പെടെ, അതിന് മുൻപ് തന്നെ ഈ ദുരിതാശ്വാസ ഫണ്ട് എന്ന് ദുർവിനിയോഗം ചെയ്തതെന്നുൾപ്പെടെ, ഇങ്ങോട്ട് നമ്മൾ എണ്ണി മാസപ്പടി വിവാദം, ലാവ്ലിൻ കേസ് എന്ന് വേണ്ട, പിന്നെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് എന്ന് വേണ്ട, ഇങ്ങനെ കിടക്കുകയാണ് ചങ്ങലക്കണ്ണികൾ പോലെ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ PV അൻവർ ഉന്നയിക്കുന്ന നിരവധി ആരോപണങ്ങൾ അതിനകത്തുണ്ട്. സ്വർണ്ണക്കടത്ത് സീരീസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഇങ്ങനെ ഈ രീതിയിലുള്ള ആരോപണ വിധേയനായി നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് ഈ പറയുന്നത് സ്വന്തം കുടുംബത്തിൻ്റെ സ്വത്ത് മാത്രം കൈയാളി വെച്ചിരിക്കുന്ന തോമസ് കെ തോമസിനെ മന്ത്രിസഭയിൽ എടുക്കാൻ കഴിയില്ല എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം ആ ഒരു സെന്റൻസ് എഴുതിയ ആൾ ഉപയോഗിച്ചത്, ഗോവിന്ദച്ചാമി പോക്കറ്റടിക്കാരനോട് വേദമോതുന്ന പോലെ എന്നുള്ള നിലയിൽ. അപ്പോൾ എന്തു തന്നെ ആയിരുന്നാലും മുഖ്യമന്ത്രിയുടെ ഈ ഒരു നിലപാട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തോമസ് കെ തോമസ് ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ അടുത്തായിട്ടൊന്നും മന്ത്രിക്കസേര വ്യാമോഹിച്ചുകൊണ്ട് ആ സെക്രട്ടേറിയറ്റിൻ്റെ 7 അയലത്ത് പോലും എത്തേണ്ട എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.